ഹായ് കൂട്ടുകാരെ, അങ്ങനെ ഞാൻ ആദ്യം ഇട്ട വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് പറഞ്ഞു. എനിക്ക് ഒരുപാട് കമൻസ് വന്നു, ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ പറ്റി. UK വരാൻ ആഗ്രഹിച്ചിട്ടും വരാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് എന്താ പറയുന്ന ആ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുവാണ്. ഇനിയും അങ്ങനെ തന്നെ കൊച്ചു കൊച്ചു വീഡിയോസായിട്ട് ഞാൻ വരാം. ഇന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. ഞാനും എൻ്റെ സെയിം കൂട്ടുകാരി ടീനയുണ്ട് കൂടെ. ഹായ് ടീന. ഹായ്. ഹായ്. ഞാനും ടീനയും കൂടി പിന്നെ ഇറങ്ങിയിരിക്കുവാണ്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കാടാണത്. ഈ കാട്ടിലുള്ള പൂക്കളാണ്. ഇതാരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന പൂക്കളാണേ. ഇത് നമ്മുടെ പാരിജാതത്തിനോട് ഉപമിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും ചെറുതല്ലേ പാരിജാതം. ഇത് ഏത് പൂവിനോട് ഉപമിക്കാമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ പറയണം കേട്ടോ. നല്ല വെള്ള നിറമാണ്, ഇതിൻ്റെ മുട്ടുകൾ ഒരുപാടുണ്ട്. ഇതെല്ലാം ഒരു അടുത്ത ആഴ്ചയാകുമ്പോഴത്തേക്കും വിരിയും. പക്ഷേ മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു പ്രദേശം ശരിക്കും ഒരു കാടാണിത്. കാട്ടിന് നടുക്കാണ് ഈ ഒരു ഇത് കണ്ടോ. ഞാനിങ്ങനെ കൊമ്പ് ഇങ്ങനെ താഴ്ത്തുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. അതും വെള്ള പൂക്കളും കൂടി ആയതുകൊണ്ട് ഇതിന് മനോഹരമായിട്ടിരിക്കുന്നു ഇതിൻ്റെ മുട്ടുകളും പൂക്കളും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു കൊടും കാടാണത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടുത്തെ ഇംഗ്ലീഷുകാരൊക്കെ ഒരുപാട് പേര് നടക്കാനായിട്ട് പോകും. അപ്പം നമ്മുടെ നാട്ടിൽ മരങ്ങളൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ഈ മരങ്ങളൊന്നും വെട്ടാതെ ഇതിങ്ങനെ ഇതിൻ്റെ ഭംഗി കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ അതുപോലെ തന്നെ ഈ അറിയപ്പെടാത്ത ഈ പൂക്കൾ ശരിക്കും നമ്മളോട് ഉപമിക്കുവാണെങ്കിൽ നമ്മളിലൊക്കെ എത്രയോ പേരല്ലേ കഴിവുണ്ടായിട്ടും അതൊന്നും പുറത്തേക്ക് വരാതെ ആരും അപ്രിഷ്യേറ്റ് ചെയ്യാണ്ട് ഒരുപാട് കൂട്ടുകാരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. അപ്പം നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ കഴിവുകളൊക്കെ കാണുമ്പോൾ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാനും അതിനെ പുറത്തേക്ക് കൊണ്ടുവരാനും ഒക്കെ നമുക്കും കൂടിയും ബാധ്യതയുണ്ട് കേട്ടോ. ടീനയ്ക്ക് ഇഷ്ടമായോ കാടൊക്കെ? നമ്മളിപ്പോഴും ഇവിടെ വരുന്നല്ലേ. ഞങ്ങളിടയ്ക്ക് വരും, ചെറിയ ചെറിയ റീൽസൊക്കെ എടുക്കാറുണ്ട്. പിന്നെ ഇംഗ്ലീഷുകാരൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അവർ നടക്കാനിറങ്ങുന്നതും അവർ പെറ്റ്സൊക്കെ ആയിട്ട് ഇതിൽ പോകുന്നതൊക്കെ കാണുമ്പം നമുക്കും ഒരു ടെംപ്റ്റേഷനാണ് നടക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. എന്തായാലും നിങ്ങളൊരു കാട് കാണിച്ചു. നമ്മുടെ നാട്ടിലിപ്പോൾ ഇങ്ങനെ കാണാനായിട്ട് വളരെ ബുദ്ധിമുട്ടല്ലേ. ഡിഫറെൻറ്റ് മരങ്ങൾ, അത് ഓരോ മരത്തിനും ഓരോ ഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ വെട്ടി നിർത്തിയേക്കണ പോലെ തോന്നും. അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ ഈ മരങ്ങളും കാടും അതിൻ്റെ കൂടെ ആകാശവും. ഇന്ന് പിന്നെ മഴയില്ല, നാളെ മുതൽ മഴയാണെന്നാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾക്കൊരു കൊച്ചു വീഡിയോ ഇന്ന് തയ്യാറാക്കി വിടാം കേട്ടോ. എല്ലാവരും ചോദിച്ചു ചേച്ചി എവിടെയാണ് വീഡിയോ എവിടെയാണെന്ന് ചോദിച്ചു കേട്ടോ. നോക്കിയിട്ട് ഇതിനെ താഴെ കിടക്കുന്ന നോക്കി. നമുക്ക് പൂ പറിക്കാൻ ഭയങ്കര വിഷമല്ലേ. താഴെ കിടക്കുന്നത് പൊഴിഞ്ഞു വീടെടുക്കാം. അയ്യോ, ഇത് നോക്കിയേ. ഇതിൻ്റെ പേരൊക്കെ ടീനയ്ക്ക് അറിയാം. ഈ കാടിന് നമ്മൾ എന്താ പറയണേ? ഈ കാടിന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരുപാട് ഈ പൂക്കളുടെ മരങ്ങളില്ലേ, കമീലിയ ഗാർഡൻസ്. അതെ 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 അതെ. സ്ഥലത്തിന്റെ പേരാണ് കമീലിയ ഗാർഡൻസ്. ഈ പൂവാണ് കമീലിയ. കാണാൻ പറ്റുന്നുണ്ടോ? ഇത് വെള്ള നിറം അല്ലേ? അതെ അതെ. ഇതിന്റെ എത്ര വർണ്ണങ്ങൾ ഉണ്ടാവും ടീന ഇവിടെ? ചുമപ്പുണ്ട്, പിങ്ക് ഉണ്ട്, പിന്നെ ഈ വൈറ്റ് ഉണ്ട്. ഇതിൽ വൈറ്റ് മുട്ടാണ്, നിറയെ മുട്ടാണ് വിരിയുന്നുള്ളൂ ചേച്ചി. ഇത് വിരിഞ്ഞു വരുന്നുള്ളൂ. ഇത് നമ്മുടെ നാട്ടിലുണ്ടോ? ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഇത് നാട്ടിലുണ്ടോയെന്ന്. ഇതിൻ്റെ മുള്ളിൽ ഇതിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ അങ്ങ് പറയാൻ കിട്ടുന്നില്ല അല്ലേ. ഇതിൻ്റെ അതെ, ശരിക്കുള്ളത് എനിക്ക് പറയാൻ കിട്ടുന്നില്ല പേര്. ഇത് എൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച എൻ്റെ പിള്ളേർക്കൊക്കെ ഈ പൂക്കളെ പറ്റി നന്നായിട്ടറിയാം. അപ്പം നിങ്ങളൊക്കെ ഇതിനെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ തേനീച്ചയൊക്കെ വന്നു പിടിക്കുന്ന ഒരു സ്ഥലമാണിത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ടീനായിട്ടിരിക്കുന്ന ഈ ചുരിദാറിനോട് ഒരു മാച്ച് ഉണ്ട്. ഇത് വെള്ളയും മഞ്ഞയും. അതെ അതെ, ഇത് ശരിക്കും ഒരു കാടാണ്. ഈ കാട്ടിൽ നമ്മളെ പോലുള്ള കുറച്ച് പേരേ വരുള്ളൂ. പക്ഷേ ഈ കാട് എനിക്കൊന്ന് പണ്ട് നമ്മുടെ നാട്ടിലേക്ക് കാര്യം പറയുന്ന റിസോർട്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ. കാരണം അത്രമാത്രം പൂക്കളാണ് ഇതിനകത്തുള്ളത്, വെറൈറ്റി പൂക്കൾ. വെള്ള മഞ്ഞ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമുക്ക് ഇടാൻ പറ്റില്ലേ ടീന? നമുക്ക് പിന്നെ ഇതെല്ലാം വിരിയട്ടെ, ചെയ്യാം. ഇതൊരു ചെറിയൊരു എന്താ പറയണേ, ഒരു ആരംഭം അല്ലേ, ഈ പൂവിന്റെ ഒരു ആരംഭം. താഴെ വീണ് പൊഴിഞ്ഞു വീണ പൂക്കളാണ്. പിന്നെ അങ്ങോട്ടേക്കൊന്ന് കാണിച്ചാലോ ടീന? നോക്കിയേ, ഈ പൂവ് അടുത്ത് കണ്ടോട്ടോ. ഇത് ഈ കാടെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് പല പാട്ടുകൾ ഓർമ്മ വരും അല്ലേ. നമ്മുടെ വയലാറിന്റെ ആണെന്ന് തോന്നുന്നു. കാട്, കറുത്ത കാട്, മനുഷ്യനാദ്യം പിറന്ന വീട്. പിന്നെ അതുകൂടാണ്ട് ഇപ്പം ടീന കാണിക്കാൻ പോകുന്നത് അതിമനോഹരമായ നമ്മുടെ നൊസ്റ്റു ഒക്കെ വരുന്നൊരു സംഭവമാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ഇതുണ്ടോയെന്ന് അറിയത്തില്ല. നിറയെ ഇല്ലിയാണ്. അതും എന്തൊരു ഭംഗിയാണോ ഇല്ലിക്കൊക്കെ കാണാനായിട്ട്. എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ കാണാനായിട്ട്. അയ്യോ, നമുക്കങ്ങോട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കാൻ തോന്നും, അത്ര ഭംഗിയാണ് ഇല്ലി.
ഇല്ലിക്കാടിൻ്റെ അടുത്തോട്ട് ലിസ്റ്റ് ചേച്ചി. ഇത് കണ്ടോ, ഇത് മൊത്തം ഇല്ലിക്കാടാണത്. എന്താ ഭംഗിയല്ലേ? അതെ അതെ. ഇതിന്റെ പാട്ടൊക്കെ ഞാൻ പറയാണ്ട് തന്നെ നമ്മുടെ പ്രായമുള്ളവർക്കൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ. ഈ ഒരു മരത്തിന്റെ ഭംഗി കണ്ടോ, ശരിക്കും നമ്മുടെ നാട്ടിലെ നമ്മുടെ പുളിയുടെ ഒക്കെ ഒരു അതിൻ്റെ ഒരു വെറൈറ്റി പോലെ അല്ലേ. പിന്നെ നമ്മുടെ ഗാർഡനിലൊക്കെ വളരുന്ന ഏതൊരു ചെടിയുടെ ഭംഗി പോലെയുണ്ട്. ഇതിന്റെ പേര് എനിക്കറിയാമോ? ഇത് പൈൻ മരം അല്ലേ? നാട്ടിലുണ്ട്, വാഗമണ്ണിലൊക്കെ പൈൻ മരം ഉണ്ടല്ലോ. താഴെ ഒരെണ്ണം വീട് കിടപ്പുണ്ട്, അതിന്റെ സീഡാന്ന് തോന്നുന്നു. പൈനാണിത്. ഇതിവിടെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. എല്ലാ പാർക്കുകളിലും ഇത് കാണാറുണ്ട്. എന്തൊരു ഭംഗിയാലും ഇങ്ങനെ പച്ചപ്പ് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഭംഗിയാണേ. നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുമ്പം ഇവർ ശരിക്കും പറഞ്ഞാൽ പഴയ കാര്യങ്ങളൊന്നും കളയാതെ കാത്തു സൂക്ഷിക്കുകയാണിത്. നമ്മൾ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന പോലെ ഇവരൊക്കെ ഓൾഡ് ഈസ് ഡയമണ്ട് ആയിട്ട് കാത്തു സൂക്ഷിക്കും. അതൊന്നും വെട്ടാറില്ല അവർ. അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ കാണുമ്പോൾ. എന്തായാലും നിങ്ങൾക്ക് ആസ്വദിക്കാം എന്ന് കരുതുന്നു. ഈ പച്ചപ്പും കാടും മേടും പൂവും കൊച്ചു കൊച്ചു പൂക്കളും. എന്ത് മരാന്ന് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. ചീനോടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് പിടിച്ചാൽ എത്തുമെന്ന് നോക്കാം. എത്തില്ല. അതെ അതെ അതെ, അത്രയ്ക്ക് വലിയ മരമാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതൊക്കെ വെട്ടി നമ്മളിപ്പം എന്താ കട്ടിലും ഇതൊക്കെ പണിതേനെ അല്ലേ. ഇത് എത്ര നമ്മൾ വന്ന വർഷം മുതൽ ഇത് കാണുന്നുണ്ട് ഇതുപോലെ തന്നെ. ഇതിൻ്റെ ശിഖരങ്ങൾ നോക്കി ഇപ്പോൾ ഇലകളൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് നല്ല ഇലകളൊക്കെ വരും. പക്ഷെ ഇതിൻ്റെ പേര് ഞങ്ങൾക്കറിയില്ല കേട്ടോ. അത്രയ്ക്കും വലിയൊരു മരമാണത്. ഞാൻ ഈ മരം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചല്ലേ. പിന്നെ എത്ര പേര് പിടിച്ചാൽ അതായത് ഒരു 6-7 പേര് പിടിക്കേണ്ടി വരും. എത്ര വർഷം പഴക്കമുള്ളതായിരിക്കും അല്ലേ ഇത്? ഇങ്ങനെ നിന്ന് നോക്കാം ഞങ്ങൾ. അയ്യോ, നിങ്ങൾ നാട്ടിൽ ഉള്ളവർ വിചാരിക്കുമല്ലോ ഇതൊക്കെ ശരിക്കും UK ആണോന്ന് വിചാരിക്കും അല്ലേ. അല്ലേ, ശരിക്കും അതായത് UK തന്നെയാട്ടോ. കാട് UK ഒരു കാട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.